ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മെൻസ് ഫാഷൻ മലയാളം. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് നിങ്ങളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. പുതിയതായിട്ട് കാണുന്നവർക്ക് എന്നെക്കുറിച്ച് ചെറിയൊരു ഇൻട്രോ ഞാൻ പറയാം. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. എൻ്റെ പേര് സഞ്ജു. ഞാനൊരു 2 യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ചാനലിൻ്റെ പേര് മെൻസ് ഫാഷൻ തമിഴ്, രണ്ടാമത്തെ ചാനലിൻ്റെ പേര് മെൻസ് ഫാഷൻ മലയാളം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫാഷനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിറ്റ്നസ്, ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ടോപ്പിക്സ്, പിന്നെ ഡ്രസ്സിങ്. അപ്പോൾ ഈ 2 യൂട്യൂബ് ചാനൽസിലും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. തമിഴ് ചാനലിൽ ഒരു 1.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, മലയാളം ചാനലിൽ ഒരു 3 ലക്ഷം ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വ്യൂവർഷിപ്പുള്ള ചാനലായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് 1.5 ഇയേഴ്സ് ആയിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ 2-3 കൊല്ലം കാണുന്ന വ്യക്തികൾക്ക് ഒരു ഡൗട്ട്, ബ്രോക്ക് എന്ത് പറ്റി, ബ്രോ എന്തുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തില്ല എന്ന് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മലയാളികൾ. അതേപോലെ ഞാൻ പുറത്ത് എങ്ങടെങ്കിലുമൊക്കെ പോകുമ്പോൾ ബ്രോ എന്തുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ഒരു ക്ലിയർ ആയിട്ടൊരു ആൻസർ പറയണം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സിമ്പിൾ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ എന്തുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തില്ല എന്നുള്ള സിമ്പിൾ ആൻസർ, ഐ ഹാഡ് എ ക്ലിനിക്കൽ ഡിപ്രഷൻ ഓർ നെർവസ് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ടെമ്പററി ഡിസപ്പോയിൻമെൻറ്റ് ഓർ ടെമ്പററി സാഡ്നെസ് അല്ല ഞാൻ പറയുന്നത്. മാസക്കണക്കിന്, അതായത് 2 മാസം 3 മാസം 6 മാസക്കണക്കിന് വി ഫീൽ ഡിപ്രസ്ഡ് ആൻഡ് പ്രൊലോങ്ഡ് സാഡ് ഫീലിംഗിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുക. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു നല്ല ധാരണയും നല്ല അഭിപ്രായവും ഉണ്ടായിരിക്കില്ല. വി ഫീൽ ബാഡ് അബൌട്ട് അവർ സെൽഫ് ആൻഡ് വി ഫീൽ ബാഡ് അബൌട്ട് ദി വേൾഡ്. അതായത് വേൾഡിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വേൾഡ് വ്യൂ സ്റ്റോറി വളരെ ബാഡായിരിക്കും. അപ്പോൾ ഈ ഡിപ്രഷൻ വരാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. എനിക്ക് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ, ഐ വാസ് ഫീലിംഗ് ബാഡ് അബൌട്ട് മൈ സെൽഫ്. ദാറ്റ്സ് ദ വൺ തിങ്. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ചില എക്സിസ്റ്റൻഷ്യൽ ചോദ്യങ്ങളൊക്കെ പൊന്താൻ തുടങ്ങി. അതായത് ഈ ക്വസ്റ്റ്യൻസ് വേരിയസ് ലെവൽസിൽ വരും. ഇപ്പോൾ റിലീജിയസ് ലെവലിൽ വരും. നമുക്ക് ദൈവങ്ങളിൽ 3 ദൈവമുണ്ടോ 10 ദൈവമുണ്ടോ, ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും, അതോ നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരാണ്, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ. പിന്നെ അതിനുവേണ്ടി കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ലാംഗ്വേജ് വാർസ്, സ്റ്റേറ്റ് വാർസ്, വേൾഡ് വാർസ്, പിന്നെ റിലീജിയസ് വാർസ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസം, ജൈനിസം, സോ മെനി തിങ്സ്. അതുപോലെ റിലീജിയസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഫിനാൻഷ്യൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ, നമ്മളെ കുറേ പേര് പറ്റിക്കുന്നുണ്ടോ, ആൾക്കാർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ, അതോ നമ്മളോട് അഭിനയിക്കുകയാണോ. പിന്നെ റിലേഷൻഷിപ്പ്, ആരുടെ അടുത്താണ് നമ്മൾ ഫ്രാങ്ക് ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റുക, അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്ന കാര്യം ആ വ്യക്തിക്ക് മനസ്സിലാവോ, ആ വ്യക്തിനെ എനിക്ക് ഫുള്ളായിട്ട് മനസ്സിലാവോ. അങ്ങനെ കുറേ തരം എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എസ്കേപ്പിസം ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൻഡ് XYZ തിങ്സ്. അത് ഞാനിവിടെ പറയുന്നില്ല. ബട്ട് ദീസ് എസ്കേപ്പിസം ഹാബിറ്റ്സ് മേഡ് ദ പ്രോബ്ലം മോർ വേഴ്സ് എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് പോകുന്നോ അത്രത്തോളം കൺഫ്യൂഷനും പേടിയും തിരിച്ചു വരുമ്പോൾ വളരെ കൂടുതലായിട്ട് വരും. എനിക്കങ്ങനെ വരാൻ തുടങ്ങി. ഒരു പോയിന്റിൽ എൻ്റെ കൺട്രോള് എന്നെ വിട്ടുപോയി. എൻ്റെ ലൈഫിൽ വളരെ വളരെ മോശമായ ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. അതിവിടെ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് ഇൻസിഡൻസൊക്കെ സംഭവിച്ചതിന് ശേഷം ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടു. സൈക്യാട്രിസ്റ്റ്, മെൻ്റൽ ഇൽനെസ് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലേക്ക് പോയിട്ട് എൻ്റെ മനസ്സിൽ പൊന്തുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു. പക്ഷെ അവർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ ഐ വാസ് ഇൻ എ പൊസിഷൻ ടു ഫൈൻഡ് ആൻസർ ഫോർ മൈ ഓൺ. അതായത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തണം എന്നുള്ളൊരു പൊസിഷനിലേക്ക് വന്നു. ഐ തിങ്ക് സൂണർ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒരു പോയിന്റിലൊക്കെ, അതായത് ഫിസിക്കലി, എമോഷണലി ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ ഒരു ലെവൽ വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലെവൽ കടന്നതിന് ശേഷം നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വരും. അവിടെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ നമ്മൾ തന്നെ ചോദിക്കും, നമ്മൾ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണം. നമ്മുടെ പെയിൻ നമുക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു പോയിൻ്റൊക്കെ വരും. ആ പോയിന്റിലെത്തി എൻ്റെ ലൈഫിൽ ഞാൻ. എനിക്കിങ്ങനെ സ്വാഭാവികം കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഞാൻ 2023 ഒക്ടോബറിലാണ് പറയുന്നത്. 2022 ഒക്ടോബർ എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ ഇൻസിഡൻ്റാണ് എൻ്റെ പെർസ്പെക്റ്റീവിനെ ടോട്ടലി ഷിഫ്റ്റ് ചെയ്തത്.
ആ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ച സമയം ഒരു 12-1 മണി സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു. കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ എന്താ പറയുക, ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഹാപ്പനായി. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാരാനോർമൽ എക്സ്പീരിയൻസ്. പാരാനോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന പോലത്തെ ചിന്തകളല്ലാതെ വേറിട്ട ചിന്തകൾ. ഇത് സംഭവിച്ചത് 2022 ഒക്ടോബർ മാസമാണ്. അപ്പോൾ ഒക്ടോബർ മാസം ഒരു ദിവസം ഞാൻ ഒരു 12-12:30 ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ 12:30 ഞാൻ എൻ്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. കിടന്നതിന് ശേഷം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിൻ പെട്ടെന്ന് തന്നെ വളരെ വളരെ സൈലൻ്റായി. അതെങ്ങനെയാണ് സൈലൻ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ ചിന്തകളിൽ നിന്നും, അതായത് നമ്മൾ പറയില്ലേ ശരീരം മനസ്സ്, അതിൽ നിന്നൊക്കെ എന്തോ ഒരു സാധനം പുറത്തു പോയ പോലെ ഒരു എക്സ്പീരിയൻസ്. അതായത് ശരീരമുണ്ട്, മനസ്സുണ്ട്, അവിടെ നിന്ന് എന്തോ ഒരു സാധനം തനിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള പോലെ. ഈ വെള്ളത്തിൻ്റെ മേലെ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സെപ്പറേറ്റായി നിൽക്കുമല്ലോ. രണ്ടും ഉണ്ട്, പക്ഷേ അത് രണ്ടും സെപ്പറേറ്റായി നിൽക്കുന്ന പോലെ ബോഡി മൈൻഡിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എന്തോ ഒരു സാധനം പുറത്ത് നിൽക്കുക. അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന മൂന്നാമത്തെ കാര്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നോക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ അച്ഛനമ്മ, അതായത് എൻ്റെ ശരീരമല്ലാതെ പുറത്ത് ഒരാൾക്ക് വയറുവേദന എടുത്താലും തലവേദന എടുത്താലും, അല്ലെങ്കിൽ അവന് ബ്രേക്കപ്പായി, അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ഫെയിലിയറായി, അവൻ എന്തൊക്കെ പ്രശ്നം നടന്നാലും, അവൻ എത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലും അവൻ്റെ പെയിൻ നമുക്ക് ഏൽക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട. അവന് ബ്രേക്കപ്പായി അല്ലെങ്കിൽ അവന് ബിസിനസ് ഫെയിലിയറായി, അപ്പോൾ അവൻ്റെ വേദന, മനസ്സിലെ കഷ്ടങ്ങൾ അവൻ എത്രത്തോളം ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞാലും ആ വേദന നമുക്ക് ഏൽക്കില്ല, അവൻ്റെ ചിന്തകൾ നമ്മളെ ബാധിക്കില്ല. അതേ രീതിയിൽ എൻ്റെ ചിന്തകളും എൻ്റെ ചോദ്യങ്ങളും എൻ്റെ കൺഫ്യൂഷൻസും ഞാനിങ്ങനെ സെപ്പറേറ്റായി നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കൺഫ്യൂഷൻസ് അവിടെ ഉണ്ട്, അതൊരു സൈഡ് അവിടെ കിടക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഒരു തേർഡ് മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്നെ കൊണ്ട് കാണാൻ പറ്റി. സിമ്പിളായിട്ട് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ സോൾ എന്നൊക്കെ പറയില്ലേ, സോൾ ഓർ ആത്മാവ്. ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല, സോളൊന്നുമില്ല, പക്ഷേ ബ്രെയിനിൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, ഒരു തരം ട്രാൻസ്. പിന്നെ ഞാൻ കണ്ണ് തുറന്നു നോക്കി, വളരെ റിലാക്സ് ആയിട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വൈകുന്നേരം 8 മണി 8:30 എന്നെ സംബന്ധിച്ച് ഇത് നടന്നത് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമാണെന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. പക്ഷെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ജനലയിൽ വെളിച്ചം കാണാനില്ല. ബെഡ്റൂമൊക്കെ തുറന്ന് നോക്കിയപ്പോൾ സമയമൊക്കെ നോക്കിയപ്പോൾ മണി 8:30. ഭയങ്കര ഒരു ഡിഫറൻസ്. ഈ 8 മണിക്കൂർ എങ്ങനെ പോയി എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം അടുത്ത ദിവസം മുതൽ ഞാൻ കാണുന്ന കാഴ്ച, അതായത് വേൾഡിനെ നമ്മൾ ശ്രദ്ധിച്ച വിധങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ചായി. പിന്നെ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടിത്തുടങ്ങി. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അതായത് ഇപ്പോൾ എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയുണ്ട്, ദേഷ്യം, ഷെയിം, ഗിൽറ്റ്, എല്ലാ എമോഷൻസും ഉണ്ട് നമുക്ക്. പക്ഷേ ആ എമോഷൻസിന് ഒരു ബൗണ്ടറി ഉണ്ട്. ഇത്രയ്ക്കും പേടി എന്ന് പറഞ്ഞ് ഇത്രയ്ക്കും പേടിച്ചാൽ മതി, ഇത്ര പേടിക്കേണ്ട കാര്യമില്ല. ദേഷ്യം വരണം, ഇത്രയ്ക്കും ദേഷ്യം വരേണ്ട സമയത്ത് വരണം, ഇത്രയ്ക്കും കൂടും. അതായത് ഓരോ കാര്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ആ ഒരു സെൻസേഷൻ പ്രോബ്ലമായിട്ട് മാറുന്നത്. നമുക്ക് സ്മോക്ക് ചെയ്യാം, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാലോ വളരെ കുറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അതുപോലെ നമ്മുടെ എമോഷൻസ്, നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവുന്ന ഓരോ കെമിക്കൽസിനും ഒരേ അളവുണ്ട്. ഈ അളവ് തെറ്റുമ്പോഴാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരിക്കലും പേടി, ദേഷ്യം ഇത് നമുക്ക് ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ലെവലിലാണെങ്കിൽ ഈ സെൻസേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ലൈഫിനെ നമുക്ക് കറക്റ്റായിട്ട് നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ എനിക്ക് ലൈഫിനെ കുറിച്ച് കുറേ ഇൻസൈറ്റ്സ് വരാൻ തുടങ്ങി. അപ്പം ഞാനിതൊക്കെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കും. പേടി, അതിൻ്റെ റൂട്ട് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ദേഷ്യം, പ്ലഷർ, അഡിക്ഷൻ, തോട്ട്സ്, ഓവർ തിങ്കിങ്ങിൻ്റെ ബേർത്ത് എന്താണ്, മെമ്മറിയുടെ സ്ട്രെങ്ത്. അപ്പം അങ്ങനെ ബ്രെയിനിനെ കുറിച്ചുള്ള പല ഇൻസൈറ്റുകൾ എനിക്ക് വരാൻ തുടങ്ങി. അത് ഞാനൊരു പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കണമെന്ന്. ഇപ്പോൾ ഐ എം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഐ ഹാഡ് ഓവർകം ദിസ് പ്രോബ്ലം. അപ്പോൾ ഐ എം റിയലി ഹാപ്പി. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് കോണ്ടൻറ്റ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മെൻസ് ഫാഷൻ മലയാളം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ. വെദർ ഇറ്റ് മേ ബി എ ഫിസിക്കൽ പ്രാക്ടീസ് ഓർ ഇറ്റ് ഈസ് എ മെൻ്റൽ പ്രാക്ടീസ്, ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഹോണസ്റ്റിയിലും ഇൻറ്റഗ്രിറ്റിയിലും ഐ ട്രൈ ടു പോസ്റ്റ് വീഡിയോസ്. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്നെപ്പോലെ പ്രോബ്ലം ഫേസ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇൻസൈറ്റ് കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ പല കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒരു ചെറിയ ഡ്യൂറേഷനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എൻ്റെ ചാനൽ ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് കാണുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും അതിനെങ്ങനെ നമ്മൾ ഫേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഹോപ്പ് ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്തടുത്ത വീഡിയോസിൽ ഇതിനേലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനോടുകൂടി നിങ്ങളെ വന്ന് കാണാം. Until that, bye from Sanju.